നമുക്ക് ഒരു സൈഡ് ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് ആണ് വരുന്നത്. ഇതാ ഇവിടെ ഡ്രൈവർ സൈഡ് കണ്ടോ, ഇത് നമുക്ക് ഫ്യൂൽ ഫില്ലിംഗ് വരെ. ഇതിലിപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം. അതുപോലെ ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ചാർജ് ഷെഡിൽ പോയി ചാർജും ചെയ്യാം. ആ 2 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീജനറേറ്റീവ് വഴി ചാർജ് ആവുകയും ചെയ്യും. ഇലക്ട്രിക് ആയിട്ട് ഓടും, പെട്രോൾ അടിച്ചാലും ഓടും. ഇങ്ങനെ ഒരു വാഹനം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം CNG ഒക്കെ സ്വിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു വാഹനം ഇറക്കാൻ ഇന്ത്യയിൽ ഞാൻ വിചാരിച്ചത് ഒരൊറ്റ ബ്രാൻഡിന് അതിനുള്ള കഴിവുള്ളൂ എന്നുള്ളതാണ്. അത് ടൊയോട്ടയാണ്. അവർ ഈ പരിപാടി ചെയ്യില്ല ഇന്ത്യയിൽ. അവർ നമ്മളൊക്കെ ഉപേക്ഷിച്ച രീതിയാണുള്ളത്. പക്ഷേ അടുത്തൊരു ബ്രാൻഡ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് കാരണം MG ആണ്. അവരത് ചെയ്യും എന്നുള്ള ഏകദേശ സൂചനകളൊക്കെ തന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്ന ഒരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് വിളിക്കാവുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു വാഹനമാണിത്. MGയുടെ HS PHEV എന്ന് പറയുന്നത്. PHEV എന്ന് പറഞ്ഞാൽ പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ. അതായത് നമുക്ക് വീട്ടിൽ വെച്ച് ചാർജ് ചെയ്തുകൊണ്ട് ഈ വാഹനം ഓടിക്കുക. ഏകദേശം 100 കിലോമീറ്ററിന് മുകളിൽ അങ്ങനെ ബാറ്ററി ലോഡും. അത് കഴിഞ്ഞാൽ നേരെ സ്വിച്ച് ചെയ്യുക, ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്രോളിലേക്ക് സ്വിച്ച് ആവും. അങ്ങനെ നമുക്ക് പെട്രോളിൽ ഓടിക്കാമെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ബ്രാൻഡുകൾക്ക് ഇത് ടെക്നോളജി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. എന്നാലും നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇതൊന്നും വരുമെന്നാരും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. MG ഇതിനെ പ്രസൻറ്റ് ചെയ്ത രീതി നോക്കിയത് പ്ലാറ്റ്ഫോമിൽ നിർത്തിയേക്ക് നോക്കിയാൽ, അതായത് ആ ഹൈബ്രിഡിൻ്റെ ആ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോറിൽ വരെ, അതായത് ഇവിടെയൊക്കെ ഗ്രീന് കാര്യങ്ങളാണ്, അവിടെ നമ്മുടെ വേറെ ഒരു പ്ലാറ്റ്ഫോം തന്നെ 2 രൂപത്തിലാക്കിയിട്ടൊക്കെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചേസ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഇവിടെ കാണാം. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം എന്താ അറിയോ, നമുക്ക് ഇതിന് ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ട്. പെട്രോൾ എഞ്ചിൻ ഇവിടെ വരും, ബാറ്ററി ഇവിടെ വരും. അതുപോലെ നമുക്കിതിന് ഡ്രൈവും ഡിഫറൻഷ്യൽ കാര്യങ്ങളൊക്കെ കൊടുക്കണം, പെട്രോൾ ടാങ്ക് വെക്കണം, ഇതിനൊക്കെ പുറമെ എക്സോസ്റ്റ് വെക്കണം അല്ലേ. നമ്മൾ കണ്ടിട്ടില്ലേ വാഹനത്തിൻ്റെ സൈലൻസറൊക്കെ എത്ര വലുതാണ്ടാവുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ അടിയിൽ, ബാറ്ററി ഇത്രയും ഏരിയ പോയി, ബാറ്ററി എടുത്തു. അപ്പോൾ ഇതൊക്കെ ഒരു കൂട്ടി വെക്കുക, അതിന് ഡിഫറൻഷ്യൽ കാര്യങ്ങളൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണ്. അതാണ് ഇപ്പോൾ MG ചെയ്തിട്ട് ഇത്തരത്തിലൊരു മോഡലാക്കിയത്. ഗ്ലോബലി ഓൾറെഡി വിൽക്കപ്പെടുന്ന വാഹനമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞ പോലെ വളരെ വില കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇറക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു ആലോചനകളിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഡൽഹി നമ്മുടെ മോട്ടോ എക്സ്പോയിലാണുള്ളത്. അപ്പോൾ എന്നെ ഇവിടെ എത്തിച്ചത് നമ്മുടെ Q4 എവർ എന്ന് പറയുന്ന നമ്മുടെ കാർ കെയർ പ്രൊഡക്റ്റിൻ്റെ ഒരു ബ്രാൻഡാണ് ഇവിടെ Q4 എവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ള, ഞാൻ വർഷങ്ങളായി ഉപയോഗിക്കുന്നത് ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവറാണ് Q4ൻ്റെ. നമ്മുടെ ഗ്ലാസ്സിൽ വിൻഷീൽഡിലൊക്കെ നമ്മൾ കഴുകി തുടച്ച് ശരിയാവും. ആദ്യം മുതൽ കോയിൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ വാട്ടർ സ്പോട്ട് വരും. അത് എന്ത് ചെയ്താലും പോലെ രാത്രി നമ്മുടെ സേഫ്റ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു സാധനമാണ്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അത് നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് മാറ്റാം. അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കും. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം അത് അപ്ലൈ ചെയ്യാനുള്ള അപ്ലിക്കേറ്ററും അതുപോലെ തന്നെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് അങ്ങനെയുള്ള എല്ലാം പാക്കേജ് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലിങ്ക് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്ക്. അപ്പോൾ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എലഗൻറ്റ് ലുക്കാണ്. ഒരു SUV ആണെങ്കിൽ പോലും നമുക്കൊരു പരുക്കം ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല, വളരെ സ്ലീക്ക് ആയിട്ടുള്ളൊരു ഡിസൈൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അത് രസമായിട്ടുണ്ട്, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണ് അവർ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ LED ഹെഡ് ലാംപ്സ് യൂണിറ്റ് കാണാം. അതുപോലെ അതിനൊരു സൈഡ് വിഷൻ LED ലൈറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു DRL ആണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ഇത് DRL അല്ല, ചുമ്മാ ഒരു ഡിസൈൻ മാത്രമാണ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വകയുള്ള ക്യാമറ ഉണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്, ഫുൾ ഗ്ലോസിയാണ് നമുക്ക് ഗ്രില്ല് വന്നിട്ടുള്ളത്. രസമായിട്ട് കാണാനായിട്ടല്ലേ. ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ താഴത്തെ ലോവർ ഏരിയ കാണുമ്പോൾ നമ്മുടെ ഹൈക്രോസുമായിട്ടൊക്കെ ചെറിയ സാമ്യം തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഏരിയ മാത്രമായിട്ട് വാഹനം ഒരിക്കലും അത്രയും നമുക്ക് ആ ഒരു ഫീലൊന്നും തരുന്നില്ല. MGയുടെ ലോഗോ കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ വളരെ ഒരാളും ഡിസൈനിൻ്റെ കുറ്റം പറയില്ല എന്നുള്ളത് 100% ഷുവറാണ്. ആ ഒരു രൂപത്തിലാണുള്ളത്. വശങ്ങളിലേക്ക് വന്നാൽ വളരെ വലിയ ടയറാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 19 ഇഞ്ചാണ്, 225/55 പ്രൊഫൈലുള്ള 19 ഇഞ്ചിൻ്റെ ടയർ വന്നിട്ട് അലോയ്സ് വന്നിട്ടുണ്ട്. സാധാരണ MGയുടെ പല വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ട് രൂപത്തിലുള്ള അലോയ് ഡിസൈന് കാര്യങ്ങളൊക്കെയാണ് ഹൈലൈറ്റ്. ഇത് വേറെ ലെവലായി നിൽക്കുന്ന സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ ഈ വീലാർച്ചിന് അവിടെയൊക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആണെന്നുള്ളത് അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു വില കൂടിയ വണ്ടിയാണ്. പ്രീമിയം വാഹനത്തിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് എല്ലായിടത്തും, ആ ഒരു റിച്ച്നെസ് നമുക്ക് എല്ലായിടത്തും കാണാനുണ്ട്. പറയാം ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്, വിങ് ടൈപ്പാണ്, മിറർ 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ക്യാമറ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതെ ഇവിടെ ചെറിയൊരു ക്ലാഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും വലിയൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ബൾക്ക്നെസ് ഫീൽ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റായിട്ട് കൊടുത്താൽ വളരെ ബോറായി പോകുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് ലെയിൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇതിലൂടെ നോക്കിയാൽ നമുക്ക് അകത്തേക്ക് കാണാനുണ്ട്, ഇത് കൂടെ നോക്കിയാൽ നമുക്ക് അകത്തേക്ക് കാണാനല്ല. അപ്പോൾ ഇത് ഈ ഷോക്ക് വേണ്ടി മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല, ഗ്ലോബലി വിൽക്കുന്ന വാഹനങ്ങളെയാണ് നമ്മൾ റിയർലി പ്രൈവസി ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിനൊരു ലേക്ക് MGക്ക് കൊടുക്കുകയാണ്. നല്ലൊരു കൺസെപ്റ്റാണെന്ന് പറയാം. നമുക്ക് പുറകിലിരിക്കുന്നവർക്ക് കമ്പനി ഫിറ്റായിട്ട് തന്നെ പ്രൈവസി ഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ കൂളിംഗ് അടിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നമ്മൾ RTOന് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മുകളിൽ റൂഫ് റെയിൽസ് കാണാം, അതും ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന രൂപത്തിലൊരു ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. വളരെ വലിയൊരു സ്പോയിലർ,
അതുപോലെ ഈ ഒരു ഏരിയ കാണാൻ അങ്ങനെ തടിച്ചു ഉരുണ്ട രൂപത്തിലാണ് വന്നിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ബാക്കിൽ ഫ്രണ്ടിൽ നമുക്ക് കണക്റ്റിംഗ് ടൈപ്പ് അല്ലെങ്കിൽ പോലും പുറകിൽ നമുക്ക് കണക്റ്റിംഗ് ടൈപ്പാണ് ടൈൽ ലാമ്പ് യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഫുൾ LED യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. MGയുടെ ലോഗോ, ഡിഫോഗർ, വൈപ്പർ എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്, അതെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ക്യാമറ വന്നിട്ടുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സ്, പുറകിൽ നമുക്ക് ചെറിയൊരു കാർബൺ ഫൈബർ ടച്ച് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ആണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് EHS PHEV എന്നുള്ളൊരു ബ്രാൻഡിങ് കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മാരുതിയുടെ ലുക്കിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയാനുള്ളത്. ഉള്ളിലേക്ക് കയറാനുള്ള ഒരു അനുമതി നമുക്കില്ല. അപ്പോൾ ഇത് പ്രൊഡക്ഷൻ മോഡലല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ. എന്തായാലും ഈ രൂപത്തിലാണ് നമുക്ക് വളരെ പ്രീമിയം ഫീൽ തന്നെയാണ് നമ്മുടെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാനുള്ളത് കേട്ടോ. അപ്പോൾ ലെതർ സീറ്റ് കാര്യങ്ങൾ, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നത്. 3 സ്പോക്കാണ് നമുക്ക് സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത്. വളരെ വലിയ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ അന്യായ പവറാണ്. അതായത് 299 PS അതുപോലെ 300 Nm ടോർക്കും നമുക്ക് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യും. അത് പെട്രോൾ എഞ്ചിൻ, ഒരു ടർബോ എഞ്ചിനാണ് ഞാൻ പറഞ്ഞല്ലോ. 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതിന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 140 PS ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. നമ്മളിപ്പോൾ പറഞ്ഞ 299 PS എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പവറാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 300 Nm ടോർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫീലാണെന്ന് പറയാതിരിക്കാനാവില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ എന്ത് തോന്നുന്നു? അപ്പോൾ ക്യാമറി അതുപോലെ ലെക്സസിലും ടൊയോട്ടയിലൊക്കെ ഓൾറെഡി നമുക്ക് ഹൈബ്രിഡുകൾ വരുന്നുണ്ട്. പക്ഷേ അത് സെൽഫ് ചാർജിങ് ആണ്, വാഹനം ഓടുമ്പോൾ ചാർജ് ആയിക്കൊണ്ടിരിക്കും എന്നതാണ്. ആ ഒരു ഫീച്ചർ ഇതിന് ഓൾറെഡി ഉണ്ട്. അത് കൂടാതെയാണ് നമുക്ക് പ്ലഗ് ഇൻ ചെയ്യാം നമ്മുടെ വീട്ടിൽ. അതായത് ഈ സൈഡ് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. നമുക്ക് ഒരു സൈഡ് ഇതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് ആണ് വരുന്നത്. ഇവിടെ ഡ്രൈവർ സൈഡ് കണ്ടോ, ഇത് നമുക്ക് ഫ്യൂൽ ഫില്ലിംഗ് ആണ്. ഇതിൽ ഇപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം. അതുപോലെ ഇപ്പുറത്തേക്ക് വന്നാൽ ഇവിടെ നമുക്ക് വീട്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജും ചെയ്യാം. ആ 2 ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീജനറേറ്റീവ് വഴി ചാർജ് ആവുകയും ചെയ്യും. അപ്പോൾ അത്തരം ഫീച്ചേഴ്സൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു മോഡൽ വരും. എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ മാർക്കറ്റിൽ വരണം എന്നുള്ളത്. എന്നാലും ഇപ്പോൾ അല്ലെങ്കിൽ പോലും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം കുറച്ചുകൂടി ടെക്നോളജിക്ക് അഡ്വാൻസ്ഡ് ആവും തോറും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ഇത്തരം വാഹനങ്ങളെ ഡിസൈൻ ചെയ്തിറക്കാനുള്ള രീതിയിലേക്ക് ബ്രാൻഡുകൾ വലുതാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഈ മോഡലിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. Q4ൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്ക്, നിങ്ങൾ വാങ്ങണ്ട. അതിൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചോ. കാരണം ആമസോണിലെ ബെസ്റ്റ് സെല്ലിംഗ് നമ്പർ 2 ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വർഷങ്ങളായി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ 3 വർഷം മുമ്പ് എൻ്റെ വീഡിയോ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.